ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു റൂം ക്ലീനിങ് ആണ്. അപ്പോൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് വ്ളോഗ് എടുക്കാം എന്ന്. അപ്പോൾ എന്താ പറയുക, വ്ളോഗിൽ കുറേ സംഭവങ്ങളൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ റൂം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുക, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ടും പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയാനും അങ്ങനെയൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെറിയ ഒരു കബോർഡ് പോലെ നമ്മൾ രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ ആ രണ്ട് സൈഡിലത്തെയും അത് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചളി പിടിക്കും. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുടച്ച് അതിമത്തെ പെട്ടെന്നറിയും. അപ്പോൾ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണുന്നതൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ നല്ലോണം ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അവിടെ തുടച്ച് അതിന് ശേഷം ഞാൻ ഈ ഒരു സൈഡും കൂടി തുടയ്ക്കുകയാണ്. ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കണുള്ളൂ. ഇടയ്ക്ക് തുടയ്ക്കലുണ്ട്, അത് കാരണം കൊണ്ട് വലിയ ചളിയില്ല. ഓക്കെ, ഇനി പിന്നെ നമ്മൾ റൂം കംപ്ലീറ്റായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ ഇതിന്ന് ഫുൾ മണ്ണ് വീഴുന്നുണ്ട്. ഇതെന്താന്ന് മനസ്സിലാവണില്ല. ക്ലീൻ ചെയ്ത് വരച്ച നാളെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ മണ്ണാവും. അപ്പോൾ നമ്മൾ മാക്സിമം വൃത്തി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതിയല്ലോ. ജസ്റ്റ് ടിഷ്യൂനോടും കൂടി തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ടിഷ്യൂനോട് ഇത് പിന്നെ പോകില്ല. ബ്ലാക്ക് ഉണ്ട്, ആ പോകില്ല. ബാക്കി ഇതെല്ലാം ക്ലീനായി. ഇനി നമുക്ക് അപ്പുറത്തേയും കൂടി ക്ലീൻ ചെയ്യണം. സോ ചളിയൊന്നുമില്ല, എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ. നമ്മളെന്നും ഇതുപോലെ തുറക്കണില്ലല്ലോ, വീക്കിലി വൺസോ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയിരുന്നു കഴിഞ്ഞാൽ നല്ലതാണല്ലോ. ഓക്കെ, ഇനി ഇതും കൂടി ഒന്ന് തുടയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ തുടയ്ക്കാനുള്ള ബ്രഷ് ഇപ്പോൾ തൽക്കാലം എവിടെയോ ആയിരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ടിഷ്യൂവിനോണ്ട് തന്നെ തുടയ്ക്കുകയാണ്. എവിടെയാണ് ബ്രഷ് വെച്ചേക്കുന്നത് നോർമൽ ഗൈസ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടയ്ക്കണുള്ളൂ. ഞാൻ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. ഓക്കെ, ഫൈനലി വേസ്റ്റൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം, ലാസ്റ്റ് എടുക്കാം. ഇനി ബോക്സസ് ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കട്ടെ. ഇനി ഈ ബോക്സുകളുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ റഫായിട്ട് ഇടുകയാണ്. ഇതൊക്കെ ഇനി ഒതുക്കി വെക്കണം ഗൈസ്, കാരണം ഇതൊക്കെ ഒന്ന് തുടയ്ക്കാണ്ട് എന്തായാലും ഒതുക്കി വെക്കാൻ പറ്റില്ല. കുറേ ദിവസമായി ഞാനിങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ ഇത് എല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അങ്ങനെ വെക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ പൊടി കയറുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ വെക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇത് വയ്ക്കുമ്പോൾ നല്ല മെച്ചൽ കേസ്. അപ്പോൾ എന്നിട്ട് പിന്നെ പിന്നെ എൻ്റെ പ്രൊഡക്ട്സ് എല്ലാതും ഞാനിങ്ങനെ ഓരോന്നായിട്ട് പിന്നെ ബോട്ടിൽസ് കയ്യിൽ വയ്ക്കാൻ പറ്റാത്ത ബോട്ടിൽസൊക്കെ ഞാൻ ഇതിലാണ് വയ്ക്കുന്നത്. ഇവിടെയും ഉണ്ട് കുറേ സംഭവങ്ങൾ. ഇതെൻ്റെ പുതിയ പെർഫ്യൂമാണ്, മറിയത്തിൻ്റെ. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, എന്തായാലും അൺബോക്സ് ചെയ്യണം. ഇതും മറിയത്തിൻ്റെ ലോഷനാണ്, അതും അൺബോക്സ് ചെയ്യണം. ഓക്കെ, ഇത് വയ്ക്കും. പിന്നെ ഞാൻ അത് ഓരോന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ക്രാബുകളൊക്കെ ഒന്നിലാക്കി വെക്കാൻ വെച്ചപ്പോൾ അതിൽ ഫുൾ ഇപ്പോൾ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വേറെ ഇതിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കുകയാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ ഒരു വാച്ച് വാങ്ങിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഞാനത് വെക്കാമെന്ന് വെച്ചു, പിന്നെ വെച്ചു വേണ്ടായിരുന്നു. പിന്നെ ഞാനത്
വേസ്റ്റാക്കി, പിന്നെ വേസ്റ്റിലിട്ടു. അതിനുശേഷം ഞാൻ റിങ്ങൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. കാരണം റിങ്ങിലൊക്കെ പെട്ടെന്ന് പൊടി കയറും, പിന്നെ അതുപോലെ പെട്ടെന്ന് ഡാമേജ് ആവും, കല്ലൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും എന്നുള്ള കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഗോൾഡിൻ്റെ ഒരു പെട്ടിയുണ്ട്, അതിലാണ് ഞാൻ വെച്ചത്. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഓർഗനൈസ് ചെയ്യാണ് ഞാൻ. പിന്നെ ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ സ്പഞ്ച് ഇതും ഇതിൽ കിടന്നിട്ട് അത് ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ ക്യാൻഡിൽ നമുക്ക് അപ്പുറത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ ഒരു 3 പിന്നുണ്ട്, അത് ഞാൻ അതിൽ തന്നെ കുത്തി വെച്ച്. കാരണം 3 പിൻ എപ്പോഴും മിസ്സാവുന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. കാരണം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാതെയാവും. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് എന്തായാലും മാറ്റണമല്ലോ, അപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സൊക്കെ അയക്കുകയാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റബിൾ മീൻസ് എലാസ്റ്റിക്കാണ്, അപ്പോൾ അത് സുഖമായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു പുതപ്പ് ഞാൻ 2 ദിവസമായിട്ടുള്ള കാരണം ഞാൻ ചിലപ്പോൾ പുതപ്പ് മാറ്റുണ്ടാവില്ല. പിന്നെ ബെഡ്ഷീറ്റും പിന്നെ പില്ലോ കവേഴ്സാണ് മാറ്റുക. അങ്ങനെ ചാർജറൊക്കെ ഉണ്ട്. അപ്പോൾ ചാർജറൊക്കെ ഞാൻ ജസ്റ്റ് നീക്കി വെച്ച് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണ കാരണം കൊണ്ട് ഒരു കൈ കൊണ്ടാണ് ഗൈസ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണത്. പിന്നെ പില്ലോ കവറും ഞാൻ ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഊരുണ്ട്. നമ്മൾ പില്ലോ കവറും ഓ മൈ ഗോഡ് ഇതിൻ്റെ പറഞ്ഞുള്ളൂ അവിടെ പോയി ഒരെണ്ണോട് തപ്പി എടുത്തിട്ട് വരാം ഗൈസ്. ഇത് പൊടിക്കട്ടെ, എനിക്ക് മടിയാവുക. അപ്പോൾ ഞാൻ എന്തായാലും തുടച്ചിട്ടില്ല, അപ്പോൾ തുടയ്ക്കണം. കണ്ട ഇവിടെ നിന്ന് നോക്കി ഭയങ്കര വ്യൂ ആണ് ഗൈസ്. കണ്ട നല്ല രസമില്ലേ. ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ്. ഷീറ്റിൻ്റെ കുറച്ച് കച്ചറൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ കുറേ നാളായില്ല ഇവിടെ. ലൈക്ക് ഞങ്ങൾ താഴേക്ക് കിട്ടുന്ന ഗേൾസ് മാങ്ങ 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 കണ്ട മാങ്ങ ചെറിയ മാങ്ങ, കന്നി മാങ്ങ, കുറേ പൂവൊക്കെ ഇട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ തുടയ്ക്കാനായിട്ട് വെള്ളവും തുടപ്പൊക്കെ എടുത്തിട്ട് വന്ന് ഓരോ സൈഡിൽ നിന്ന് തുടച്ച് വരികയാണ്. കാരണം ഞാൻ റൂംസൊക്കെ ഒരുവിധം 2 വട്ടം തുടയ്ക്കാറുണ്ട്. കാരണം നമ്മൾ ഡെയിലി തുടയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് തുടയ്ക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളമായിട്ട് തുടയ്ക്കും, പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളമായിട്ട് ഒന്നും കൂടി തുടയ്ക്കും. അപ്പോൾ ഞാൻ ഒരു വട്ടം തുടയ്ക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. റൂം ഫുൾ അടിപൊളിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഒതുക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെയും ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചു. ബെഡ്ഷീറ്റ് എടുക്കണം, വിരിക്കണ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഇതാ ബോട്ടിൽസും അലറാമും എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ക്ലീനാക്കി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.